ഹലോ, ഐ എം ഡോക്ടർ അച്ചു ജെറാഡ്. നിങ്ങളുടെ കുട്ടികളുടെ പാൽ പല്ലുകൾക്ക് കേടോ വേദനയോ ഒക്കെ വരുമ്പോൾ അതങ്ങ് പറിച്ചു കളഞ്ഞേക്കാം, ഇനി പുതിയ പല്ല് വരാനുള്ളതല്ലേ എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങളും? എങ്കിൽ കേട്ടോളൂ. കുട്ടികളുടെ പാൽപ്പല്ല് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പ്രൈമറി ടീത്ത് എന്നൊക്കെ പറയും. ഇവയ്ക്ക് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ പാൽപ്പല്ലുകൾ സ്പേസ് മെയിൻറ്റെയിനേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ പ്രൈമറി ടീത്തിൻ്റെ സ്ഥാനത്തും അതാത് പെർമനൻറ്റ് ടീത്താണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രൈമറി ടൂത്ത് ഏർലി ആയിട്ട് നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് തൊട്ടപ്പുറത്തെ പെർമനൻറ്റ് ടീത്ത് ഇറങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലം തന്നെ പല്ലിൻ്റെ നിര തെറ്റാനും ഇത് ഇടയാക്കുന്നു. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ ജോ ഡെവലപ്മെൻറ്റിനും ഈ പാൽപ്പല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ഉപരി പാൽപ്പല്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണ സാധനങ്ങൾ പ്രോപ്പറായി ച്യൂ ചെയ്ത് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആളുകളിൽ പ്രോപ്പർ ഡൈജഷനും അല്ലെങ്കിൽ ഓവറോൾ ന്യൂട്രീഷനും പല്ലുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെയാണ് പാൽപ്പല്ലുകൾ കുട്ടികൾക്ക്. സോ കുട്ടികളുടെ പാൽപ്പല്ലിനെ പ്രോപ്പറായി ടേക്ക് കെയർ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അത് പൊഴിഞ്ഞു പോകേണ്ട സമയത്തിന് മുൻപ് കേടോ വേദനയോ വന്നാൽ അത് നിലനിർത്താൻ സാധിക്കുന്നതാണെങ്കിൽ നിലനിർത്താൻ വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം.